मडकाचे 80 रुपये. നമ്മളിപ്പോൾ ഇന്ന് രാവിലെയാണ് പൊക്കറെത്തിയത്. ഏകദേശം ഒരു 5 മണി 4:45 5 മണിയൊക്കെ ആയി നമ്മൾ പൊക്കറെത്തിയപ്പോൾ കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് വന്നു. ഇവിടെ പിന്നെ ഏർലി ചെക്കിങ്ങിന് അങ്ങനെ പ്രത്യേക ഫീസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞില്ല. വന്നപ്പോൾ തന്നെ അവർ റൂം തന്നു. നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഹോട്ടൽ കണ്ടെത്തണം, അതേപോലെ തന്നെ സൈറ്റ് സീയിങ്ങിന് പോകണം. അങ്ങനത്തെ കുറച്ച് പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങുന്നത്, ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം. അപ്പോൾ ഇനി നോക്കാം എവിടെ പോവാം, എങ്ങനെ ലേക്കിലേക്ക് പോവാന്നുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 15 ഡിഗ്രിയാണ് കേട്ടോ തണുപ്പ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ തങ്ങിയ ഹോട്ടലിൻ്റെ പേര് ഇതാണ്, ഹോട്ടൽ ഗ്രാൻഡ് ഹോളിഡേ. ഇത് അത്യാവശ്യം നല്ല പ്രോപ്പർട്ടിയാണ് കേട്ടോ, നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന റൂമും ഒക്കെയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഇന്ത്യൻ മണി 1000 സംതിങ് ആണ് ഇതിന് വരുന്നത്. 1000 അതിൻ്റെ താഴെ എന്താണ് വരുന്നത്, ഞാൻ കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. കാരണം കൺവേർട്ട് ചെയ്തിട്ട് വേണമെന്ന് പറയാൻ, നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ആ കൺവേർഷൻ റേറ്റോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ നേപ്പാളിൻ്റെ ഒരു കുറച്ചൊരു ഉള്ളേരിയ എന്നൊന്നും പറയാൻ പറ്റില്ല, നേപ്പാളിൻ്റെ ഒരു ലേക്ക് സൈഡാണത്. അപ്പോൾ ഇവിടെ കുറേ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ബാക്ക് സൈഡിലൊക്കെ നമ്മുടെ മൂന്നാറിലൊക്കെ പോയ പോലെ മലകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മഞ്ഞുമല കാണാൻ പറ്റും, ഐസുള്ള. സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഐസ് മൂടി കിടക്കുന്ന മലയാണ്. ട്രക്കിങ്ങിനൊക്കെ വേണമെങ്കിൽ പോകാൻ പറ്റും കേട്ടോ. ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് അങ്ങനെയാണ് കേട്ടോ. ഈ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഹിമാലയനാണ് ഈ കാണുന്നത്. ഹിമാലയൻ മലനിരകളുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ചിലപ്പം അന്നപൂർണ ട്രക്കിങ്ങിൻ്റെ ക്യാമ്പൊക്കെ ആയിരിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയുള്ള വ്യൂ ആണിത്. അപ്പോൾ ഇവിടെ തന്നെ അത്യാവശ്യം മുകളിലുള്ള റൂമൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ ഇവിടെ. കാരണം ഈ മലകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഭയങ്കര രസമുള്ളൊരു ഏരിയ, ഭയങ്കര ഫീലുള്ള ഒരു സ്ഥലം കേട്ടോ. നീ ഇവിടെ എവിടെയൊക്കെ ഹോട്ടല് റെസ്റ്റോറൻ്റൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കണം. അപ്പോൾ ഇവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്, ഒരു പാണ്ഡേ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ പോയി നോക്കാം. നൂഡിൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ചേട്ടനെത്തുന്ന നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നടുക്കഷ്ണം കഴിക്കണം എന്നാണല്ലോ. അപ്പോൾ ഇനി ഒന്ന് ഇറങ്ങി നോക്കാം. ഈ റോഡിൻ്റെ നേരെ കാണുന്നത് പൊക്കറയിലെ ഒരു മേജർ ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള ഒരു ലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ ഹോട്ടലിലേക്കുള്ള ദൂരം ഏകദേശം 3.5 കിലോമീറ്ററാണ് പൊക്കറയിലെ മെയിൻ ബസ് സ്റ്റാൻഡ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനി സനോലിയിൽ നിന്ന് പൊക്കറയിലേക്ക് വരുമ്പോൾ നല്ല ബസ് എടുക്കണം കേട്ടോ. കാരണം അത് ഒരുപാട് ദൂരം യാത്ര ഉള്ളതുകൊണ്ട് തന്നെ നല്ല പുഷ് ബാക്ക് സീറ്റും അതേപോലെ തന്നെ എയർ സസ്പെൻഷനൊക്കെ ഉള്ള നല്ല ബസ് നോക്കി എടുക്കണം. അപ്പം നമ്മുടെ ഹോട്ടലിൻ്റെ പുറത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കയറിയതാണ് കേട്ടോ, പാണ്ഡ്യ റെസ്റ്റോറൻറ്റ്. ഇവിടെ നമ്മുടെ മെയിൻ ടീം ലീഡറാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, നമ്മൾ എന്ത് കഴിക്കണം എന്നുള്ളതൊക്കെ. അല്ല കുട്ടാപ്പിയല്ലേ പറയാം എന്താ കഴിക്കേണ്ടതെന്ന്? ആ അതെ, എന്തേലൊക്കെ വേണം മോനെ. അപ്പോൾ ഇവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ് ഇത് കേട്ടോ, പാണ്ഡ്യ റെസ്റ്റോറൻറ്റ്. ആ मीठा डालो. ഈ വില കണ്ടിട്ട് നിങ്ങൾ ആരും ഞെട്ടണ്ട കേട്ടോ, അതൊക്കെ നേപ്പാളിയിലാണ് എഴുതി വെച്ചേക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത്രയൊന്നും റേറ്റ് വരില്ല. ബീഫോടെ ബീറാ ഇവിടെ ഇതും ഉണ്ട് കേട്ടോ. സാധാ റെസ്റ്റോറൻറ്റിൽ ബീർ വേണമെങ്കിൽ അതും കിട്ടും. അവിടെ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെയാണ് ഇത് പറഞ്ഞ് കേട്ടിട്ടുള്ളത്, സാധാ റെസ്റ്റോറൻറ്റിൽ ബീറൊക്കെ കിട്ടും എപ്പോഴും എന്നുള്ളത്. അപ്പോൾ അതൊന്ന് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ പോകുന്നോളി നേപ്പാൾക്ക്. ഇവിടെ ഒരു ബ്ലാക്ക് ടീൻ്റെ വില വരുന്നത് കണ്ടോ, 100 രൂപയാണ്. ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത്രയൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ഹമാര ബ്രേക്ക്ഫാസ്റ്റ് ഹാഗയ നമ്മുടെ ആലു പൊറാട്ടയാണ് കേട്ടോ. നമ്മൾ ഈ പഞ്ചാബി റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടല്ലോ, കൊച്ചിയിൽ പഞ്ചാബി റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്ന സമയത്ത് അവരിങ്ങനെ കട്ട് ചെയ്തിട്ടാണല്ലോ നമുക്ക് കൊണ്ടുവന്നുതരാം. അങ്ങനെയാണ് തന്നേക്കുന്നത്. പിന്നെ ഇത് സ്പൈസി വേണോ നോൺ സ്പൈസി വേണോ എന്നൊക്കെ അവർ ചോദിച്ചു കേട്ടോ. അപ്പോൾ ആലു പൊറോട്ട ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ചട്നി ഉണ്ട്, പിന്നെ ഇത് കണ്ടോ സോസും കൂടെ അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്, ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ചായയും കൂടെ വരാണ്ട്. ഇനി ഞാനതൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ, അതെങ്ങനെയുണ്ട്, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ഞാൻ ഇതുവരെ ഈ ആലു പൊറോട്ട കഴിച്ചേക്കുന്ന ഒന്ന് ഷിംലയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ കൊച്ചി നമ്മുടെ അർബൻ പറാത്ത എന്നൊക്കെയാണ് കഴിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അപ്പം ചട്നിയിൽ ഇങ്ങനെ മുക്കിയിട്ട് കൊള്ളാം.
നോൺ സ്പൈസി എന്ന് പറഞ്ഞപ്പോൾ സ്പൈസി തീരെ ഇല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ നെയ്യിൻ്റെ ഒക്കെ ടേസ്റ്റ് അടിപൊളിയാണ്. അതേപോലെ തന്നെ ഇത് നന്നായിട്ട് സ്മാഷ് ചെയ്ത് നല്ല അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കിട്ടുന്ന സാധനം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കഴിച്ചു നോക്കുന്നുണ്ട് ഇവിടുത്തെ അലൂറാട്ട. നമ്മൾ അടുത്തത് ഓർഡർ ചെയ്തത് ഈ സാധനം കേട്ടോ, ജീര റൈസ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട് റിസ്വാന്? ഇത് അടിപൊളിയാ, രസമുണ്ടോ? നല്ലതാ. പക്ഷെ അച്ചാറൊന്നും ഇല്ലാതെ തിന്നാൻ കഴിയണ്ടോ? അച്ചാർ ഒരു കൊണ്ടുവല്ലോ. ഞാൻ കുറച്ച് കഴിച്ചു നോക്കട്ടെ. ഓ, ഇത് അച്ചാറില്ലാതെ തിന്നാം, എനിക്കിഷ്ടം. ഇത് കറി അച്ചാറൊന്നും വേണം തോന്നുന്നില്ല കേട്ടോ. ഇത് വെറുതെ തിന്നാൻ പറ്റും ഈ സാധനം, രസമുണ്ട്. ഞാൻ നേപ്പാളിൽ നിന്ന് കണ്ടതാണ് നമ്മുടെ ഇന്നോവ പോലത്തെ ഒരു വണ്ടി. ഇതിന് പക്ഷെ എന്തൊക്കെയോ ഒരു പ്രത്യേകത ഇല്ലേ ഇതിൻ്റെ ഷേപ്പിലൊക്കെ. അല്ലേ, ഇന്നോവ പോലത്തെ ഒരു വണ്ടിയാണ് ഞാൻ കണ്ടത്. ഇതിൻ്റെ പേരെന്താ, ടൊയോട്ടയുടെ വണ്ടിയാണ് എനിക്ക് തോന്നുന്നു. ഇന്നോവയുടെ അതേ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയിരിക്കുന്ന വണ്ടിയാണ്. അവാൻസ കണ്ടോ. ഇത് നേപ്പാളിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളതാണോ ഇന്ത്യയിൽ ഉണ്ടോയെന്ന് അറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്തായാലും. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ ലേക്കിലേക്കുള്ള നടത്തമാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ പൊക്കാറ ഫുഡ് കോർണർ എന്നൊക്കെ പറഞ്ഞ് കുറേ കടകളുണ്ട്. മഫ്ലേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ഏകദേശം ഇതൊരു നട്ടുച്ചയാണ്, പക്ഷേ മൂക്കിലേക്കൊക്കെ തണുപ്പ് കയറുന്നുണ്ട് നമ്മൾ ശ്വസിക്കുന്ന സമയത്തെ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം. പിന്നെ മെനു ഒക്കെ അവിടെ ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ട്. മൊത്തം ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം. പിന്നെ ഫുൾ അത് കണ്ടോ, കബാബ് കിങ് റെസ്റ്റോറൻറ്റ്. പക്ഷേ അതിലുള്ളത് മെയിനായിട്ടുള്ളത് ബീർ ആൻഡ് പിന്നെ അതേപോലെ തന്നെ ഹോട്ട് ബീവറേജ് സാധനങ്ങളാണ്. അപ്പോൾ വൈകുന്നേരം ലേക്കിലൊക്കെ പോയിട്ടൊന്ന് നൈസായിട്ടിരുന്ന് ഇങ്ങനെ അടിച്ചിരിക്കാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങൾ. അതുകൊണ്ടോ നേപ്പാളിലെ ജ്യൂസ് കടയാണത്. പക്ഷെ ജ്യൂസ് വിൽക്കുന്നത് കണ്ടോ എങ്ങനെ നോക്കിയേ, സൈക്കിളിലെ എല്ലാ ഫ്രൂട്ടും വെച്ചിട്ടാണ് വിൽക്കുന്നത്. അവൻ ആദ്യം പറഞ്ഞത് എല്ലാ ഫ്രൂട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് 250 രൂപയാണ്. പക്ഷെ ഓറഞ്ചിന് മാത്രം 150 രൂപ എന്നാണ് പറഞ്ഞത്. അത് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത്രയും വരില്ല, പക്ഷെ എന്നാലും റേറ്റ് ഇച്ചിരി കൂടുതലാണ്. ഓക്കെ, ഇപ്പം ഇതിങ്ങനെ കറക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഇതിലേക്ക് ചാടി വരുന്നുണ്ട്. നമ്മൾ ഡൽഹിയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ സെയിം സാധനം. ഇതിപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ളത് കറക്കിയിട്ടുണ്ടാവുമായിരിക്കും. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിൽ. വേസ്റ്റൊന്നും എവിടെ ഇടുന്നില്ല കേട്ടോ ആള്. വേസ്റ്റൊക്കെ പക്കയാണ്, ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മുടെ നാട്ടിലെ ആൾക്കാർ കണ്ടുപിടിക്കണം സ്ട്രീറ്റ് വെൻഡേഴ്സ് എങ്ങനെ സാധനങ്ങൾ വിൽക്കണമെന്നുള്ളത്, വൃത്തിയിൽ എങ്ങനെ സ്ഥലങ്ങൾ അറേഞ്ച് ചെയ്യണമെന്നുള്ളത്. കണ്ടോ, പെർഫെക്റ്റ്. ബസ് അങ്ങനെ നമ്മൾ പൊക്കാറ ലേക്കിൻ്റെ പരിസരത്തേക്ക് എത്തി കേട്ടോ. അപ്പോൾ ലേക്കിൻ്റെ പരിസരത്തേക്ക് എത്തിയപ്പോൾ ഇവിടെ കണ്ടാവും ബൈസിക്കിൾ ഫോർ റെൻറ്റ്. ഈ നമ്പറിൽ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് ഈ സൈക്കിൾ എടുക്കാം. അത് ഗിയർ സൈക്കിളാണ് കേട്ടോ. യൂസ്ഫുൾ ആയിരിക്കും ഇവിടെ ലേക്കിൻ്റെ സൈഡിലൂടെയൊക്കെ നടന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ടാക്സിക്കാരുണ്ട്, അവർക്ക് 2800-3000 ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഏകദേശം സ്ഥലങ്ങളൊക്കെ അവർ തന്നെ കൊണ്ടുപോയി നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പം അങ്ങനത്തെയൊക്കെ ഫെസിലിറ്റീസ് കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഫുള്ള് ഈ പോണ്ടോണെന്ന് പറയാൻ പറ്റില്ല, തോണിയുണ്ട്. തോണി ബോട്ട് റൈഡൊക്കെയാണ് ഈ ലേക്കിലൂടെയുള്ളൊരു ചെറിയ റൈഡ്. എത്ര രൂപയാണെന്ന് അറിയത്തില്ല. പിന്നെ എവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഒന്നും അറിയത്തില്ല, ചിലപ്പോൾ അവിടെ ആയിരിക്കും. ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഇതാണ് പൊക്കാറ ലേക്ക്. ഈ ലേക്കിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് പൊക്കാറയിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളും കാണാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബോട്ട് റൈഡ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റും വേറെ കുറേ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ വീഡിയോയിൽ ഞാൻ പിന്നീട് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും അങ്ങനത്തെ കുറേ സംഗതികളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതെന്താ സാധനം, സിലാജോ എന്താ ഇത്? ഒരു എന്താ പേരുണ്ടല്ലോ, ഇതൊരു സിലാജി എന്താ സാധനം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അത് ഇതാണ് ചെറിയ കുഞ്ഞു ബോട്ട്. ഈ ബോട്ടിൽ നമ്മൾ ഒറ്റക്ക് തുഴഞ്ഞു പോകാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ. നല്ല രസമുണ്ട്. അത് ഇങ്ങനെ നിർത്തിയിട്ട് കാണാം, നല്ല വൃത്തിയുണ്ട് കേട്ടോ. എവിടെ ഒരു വേസ്റ്റോ പ്ലാസ്റ്റിക്കോ കുപ്പിയൊന്നും കിടക്കുന്നത് കാണുന്നില്ല. ഈ പൊക്കാറ ലേക്കിലേക്ക് ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ട്. അപ്പം ഞാൻ ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ നോക്കിയപ്പോഴാണ് കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ചൂണ്ടയിടുന്നു. നമ്മുടെ മെയിൻ ഹോബികളിൽ ഒന്നാണ് ഈ ചൂണ്ടയിടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട്. നമ്മുടെ റിസ്വാൻ ഓൾറെഡി പുള്ളിയുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഏരയാണ് കേട്ടോ ഇത്. നമ്മളെ സാധാ മണ്ണിരൻ്റെയാണ് കേട്ടോ ഇവരിടുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ രോഹു കട്ട്ല അങ്ങനത്തെ സാധനമൊക്കെ ആയിരിക്കും ഈ ഫ്രഷ് വാട്ടറിൽ കിട്ടുന്നുണ്ടാവുക കേട്ടോ.
മീൻ പിടിക്കുന്ന മീൻ പിടയുന്ന സമയത്ത് നമ്മുടെ മീൻപിടുത്തക്കാരനാണ് കേട്ടോ അത് ചേട്ടൻ. ഞാൻ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വന്നതാണ് ഇങ്ങോട്ട് താഴെട്ട്. ആ പുള്ളി മീൻ പിടിക്കുന്നുണ്ട്. അപ്പം എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് 2 കോയിൻ. ഇത് നേപ്പാളി കോയിനാണെന്ന് തോന്നുന്നു. ഇതൊന്ന് കഴുകിയെടുത്താലാണ് അത് എത്ര രൂപയുടെ കോയിനാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പം മീൻ പിടിക്കാൻ വന്ന ആൾക്കാരുടെ അടുത്ത് ആരുടെ അടുത്തെങ്കിലും ചാടിപ്പോയതായിരിക്കും. നമ്മളിതുവരെ കണ്ടേക്കുന്ന നോട്ട് മാത്രമാണ്, കോയിൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഗൈസ്, ഞങ്ങളിപ്പോൾ ഒരു ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പഴയ സാൻഡ്രോ ടാക്സിയാണ് കേട്ടോ. അപ്പോൾ 1500 രൂപയാണ് ഒരു ടിക്കറ്റ് പറഞ്ഞത്. ഇവിടെ ഒരു ശിവ ടെമ്പിൾ, പിന്നെ അതേപോലെ തന്നെ വേൾഡ് പീസ് പഗോഡ, പിന്നെ ഒരു ദേവി വാട്ടർഫാൾ, അങ്ങനെ ഒരു 4 പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യൻ മണി 1500 രൂപയാണ് പുള്ളി പറഞ്ഞേക്കുന്ന കാറിൽ. പിന്നെ ഇവിടെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ കിട്ടാൻ ഇച്ചിരി പാടാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബൈക്കൊക്കെ റെൻറ്റിനെടുത്ത് പോകണം. പിന്നെ അത് ലൈസൻസിൻ്റെ ഒക്കെ ഇഷ്യൂ അത് നമ്മൾ അങ്ങനെ നോക്കിയിട്ടുമില്ല, ഉണ്ടോയെന്ന് അറിയത്തുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുന്ന് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ. നമ്മൾ ഏതോ ഒരു പോയിന്റിൽ എത്തിയോ എന്നൊരു സംശയമുണ്ട്. കാരണം അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ശിവ ടെമ്പിളിലേക്കാണ് കേട്ടോ. ശിവ ടെമ്പിളിൽ പോയിട്ടാണ് നമ്മൾ അടുത്തത് വേൾഡ് പീസ് പഗോഡയിലേക്ക് പോകുന്നത്. ഡ്രൈവർ കിട്ടുന്നതിനായിട്ട് വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. നല്ല കുത്തര കയറ്റാണ്. ഇവിടെ സൺസെറ്റ് റെഡി കേട്ടോ. ഓ മാൻ, കിട്ടില്ലൻ വ്യൂ നോക്കിയേ. ശിവമന്ദിറിലേക്ക് പോകുന്ന സമയത്ത് ഇതുവരെ വണ്ടി വരത്തുള്ളൂ. അപ്പോൾ ഇവിടം വരെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇവിടെ നടക്കണം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെഹിക്കിൾസ് നോട്ട് അലൗഡ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് പാർക്കിംഗ്. അപ്പോൾ ഇവിടെ കുറച്ച് ഹോട്ടലുകളും ചെറിയ ചായക്കടകളും സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പാനിപൂരി പരിപാടികളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ നടക്കണം. നല്ല സ്റ്റീപ്പാണ് ഇത്, മൊത്തം നടന്ന് കയറണം കേട്ടോ നമ്മൾ. അപ്പം നമ്മൾ നടന്ന് പോകുമ്പോൾ ഇവിടെ കുറേ കടകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടതാണ് കുരുമുളകല്ലേ ഇത്, കുരുമുളക്, മല്ലി, പിന്നെ അതേപോലെ തന്നെ മുതിര, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അത് ഇതെന്താ, ഓയിലോ? ഇതെന്താ ഓയിലാണെന്ന് തോന്നുന്നു കേട്ടോ. മണമൊന്നും കിട്ടുന്നില്ല. എന്തൊക്കെയോ കുറേ കായ്കനികളും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. തൊടണ്ട ഭയ്യ ഏ ക്യാ ഹൈ? ഓ, തേയില എണ്ണയാണ് കേട്ടോ. അത് കാച്ചിയ എണ്ണയാണ്. കൊള്ളാം. അപ്പം നമുക്ക് ഹെഡ് മസാജ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലേ പറ്റുന്ന എണ്ണയാണ്. എന്തൊക്കെയോ കുറേ കായ്കറികളും പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുള്ള പരിപാടി കേട്ടോ. പിന്നെ ഇവിടെ കുറേ ചെറിയ ചെറിയ സൂനിയർ ഐറ്റംസ് ഒക്കെ വാങ്ങാൻ പറ്റുന്ന ചെറിയ കടകളൊക്കെ ഉണ്ട്. നമ്മുടെ കുട്ടാപ്പീനൊന്ന് തൽക്കാലം ഒന്ന് തണുപ്പിച്ച് നിർത്താനുള്ള പരിപാടി അവിടെ എന്തോ ഉണ്ട്. എന്താണ് ശംഖിൻ്റെ വളയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ശിവലിംഗം, ഇങ്ങനെ കുറേ പരിപാടികൾ, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് രുദ്രാക്ഷ അല്ലേ? ഒറിജിനൽ രുദ്രാക്ഷാണ്. ഇത് അതായത് അതിന്റെ കായ് ഹൈമ തന്നെ ഉള്ള രുദ്രാക്ഷ കേട്ടോ അല്ലേ? അപ്പൊ ഇതിന് ഒറിജിനൽ തന്നെ വികാരം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ മെഷീനിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനം എല്ലാം തോന്നുന്നു. ഇത് വേറൊരു ടൈപ്പ് രുദ്രാക്ഷാണ്. ഒരെണ്ണം വാങ്ങിയാലോ? ഒറിജിനൽ സാധനം. വാവ്, കുറേ ഉണ്ട്. പിന്നെ രുദ്രാക്ഷം കായ് മാത്രമായിട്ട് വേണമെങ്കിൽ 1 2 ഒക്കെ ഇട്ട് വേണമെങ്കിൽ വാങ്ങിക്കാട്ടോ ഇവിടെ. പിന്നെ സിന്ദൂരം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അച്ചാറാണോ കേട്ടോ അതൊക്കെ? ഇതെന്താ, മാങ്ങ ഉണക്കിയതോ? എന്തൊക്കെയോ ഉണക്കിയത്, അത് മനസ്സിലാവണില്ല ഇത് എന്താ ഉണക്കിയതാണ് എന്നുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ വന്നോണ്ടിരിക്കുന്ന സമയത്താണ് അച്ചാറ് കണ്ടത് കേട്ടോ. അച്ചാറല്ലേ ഇത്? ഇതെന്താ സാധനം? അച്ചാറ് കണ്ടു കേട്ടോ. സാധനം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല, എന്ത് അച്ചാറാണെന്നുള്ളത് മനസ്സിലാവണില്ല. പക്ഷെ കാണാൻ നല്ല രസം കേട്ടോ ഇത്. स्वीट भी है। ये वाला बियर का है, ബിയർ ഫ്രൂട്ട്. നമ്മളെ ഇതില്ലേ ഇളന്തക്ക, അതിന്റെ ചെറിയ मैंगो റോ മാംഗോ. अच्छा मैंगो पच्चा मैंगो वो ड्राई वाला मैंगो भी है।
छोड़ दो നമുക്ക് ആരെങ്കിലും ഒരു കഷ്ണം തരണം, എടുത്തരണോ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ നമ്മുടെ ശിവ ടെമ്പിളിൻ്റെ ആ ഒരു എൻട്രൻസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എല്ലാത്തിനും ഒരു നേപ്പാളീസ് ഒരു വാസ്തുശില്പ തനത് സ്റ്റൈലുണ്ട് കേട്ടോ. പക്ഷെ എന്നെ അതിലേക്കാൾ ആകർഷിച്ചതുണ്ടല്ലോ മക്കളെ, ഇത് കണ്ട നിങ്ങൾ, എന്തൊരു വ്യൂ ആണിത്. ഓ ഗോഡ്, സൂപ്പർ വ്യൂ. ഓ നിങ്ങൾ താഴെ കാണുന്നതേ എനിക്ക് തോന്നുന്നു ആ പെവാലേക്കിൻ്റെ ഭാഗങ്ങളാണ് ആ താഴെ കാണുന്നതെന്ന് തോന്നുന്നു. വെള്ളം കുറഞ്ഞിട്ട് കണ്ടോ, അത് പല ഭാഗങ്ങളിൽ ചെറിയ ചെറിയ കൈവഴികളായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കിതക്കണമുണ്ടോ കേട്ടോ വീഡിയോ എടുക്കുന്ന സമയത്ത്, കാരണം നല്ല കുത്തനെ കയറ്റം കയറിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു സിഗ്സാഗ് ആയിട്ട് കയറി വരുന്ന കാരണം കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഉണ്ടല്ലോ, ഇതാണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഹിമാലയനാണ് കാണുന്നത്, ഹിമാലയൻ മലനിരകൾ. ചില മലകളെ കണ്ടോ, ഇതൊക്കെ കണ്ടോ എന്തോ ഒരു പീക്കാണെന്ന് അറിയാം. ഇതൊക്കെ കുത്തനെ ഒരു മുന പോലെ നിൽക്കുന്നത്. ഇതിൻ്റെ മേലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്ന നോക്കിയേ. നമുക്ക് ഇതിലുള്ള ചില സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഞങ്ങൾക്കത് പോകാൻ പറ്റാത്തൊരവസ്ഥയും കൂടി ഉണ്ട്, ഇച്ചിരി പേഴ്സണലായതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ യാത്രയിൽ. പക്ഷേ ഇത് ഇങ്ങനെ കാണാൻ പറ്റാമെന്ന് പറയുന്നതന്നെ എനിക്ക് തോന്നുന്ന ഒരു ഭാഗ്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഇങ്ങനെ വ്യൂ കിട്ടത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുളു മണാലി ആ സൈഡിലോട്ടൊക്കെ പോകണം. പക്ഷേ ഇത് വേറൊരു രാജ്യമാണ്, നമ്മളൊരു വേറൊരു രാജ്യത്താണ് നിൽക്കുന്നത്, അങ്ങനെ ഒരു ഫീല്. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ ഉണ്ട്. അതൊക്കെ താഴെ തന്നെ കരുതുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഈ ഒരു എൻട്രൻസിലേക്ക് എത്തി നമ്മുടെ ശിവ ടെമ്പിളിൻ്റെ. ഇനി നമുക്ക് അകത്തോട്ട് പോവാം. അകത്തും കുറേ റെസ്റ്റോറൻറ്റും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ടെമ്പിളിന് അകത്തോട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഇതൊരു വല്ലാത്തൊരു സ്ഥലം, നല്ല രസമുള്ള ഒരു ഫീലുള്ളൊരു സ്ഥലം. അപ്പോൾ ഇങ്ങോട്ട് വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രൈവറ്റ് വണ്ടികളാണ് ഇതുവരെ വരുന്നതെന്ന് തോന്നുന്നു. നമ്മൾ ടാക്സി വിളിച്ച് വന്നു കഴിഞ്ഞാൽ ടാക്സിയുടെ പാർക്കിംഗ് എനിക്ക് തോന്നുന്നു താഴെയാണ്. അപ്പോൾ പ്രൈവറ്റിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മുകളിൽ ഈ പാർക്കിംഗ് വരെ വരാം. പക്ഷേ ഇവിടെ കുറച്ച് വണ്ടികളെ പാർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. നമുക്ക് നേരെ അകത്തോട്ട് കയറാം. എല്ലാവരെയും അനുഗ്രഹിക്കുന്ന രീതിയിൽ ശിവൻ്റെ ഒരു വലിയ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ. ഇത് ടെമ്പിളിൻ്റെ പുറംഭാഗമാണ്, പുറത്താണ്. പിന്നെ യെസ്, ഇവിടെ എനിക്ക് തോന്നുന്നു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ, ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാം. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്, അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പിരിച്വൽ പ്ലേസും കൂടെയാണ്. ബ്യൂട്ടി, വളരെ മാർവലസ് പ്ലേസ്. ഇത് കണ്ടോ, എനിക്ക് തോന്നുന്നു ഈ കാണുന്നത് പൊഖാറ സിറ്റിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടോ, ഹിമാലയൻ മലനിരയാണ് കാണുന്നത്. അതിൻ്റെ നേരെ താഴെയാണ് പൊഖാറ സിറ്റി വരുന്നത്. അത് രസമുള്ള സ്ഥലം അല്ലേ. 2x ഇട്ടതാണ് ഞാനിപ്പോൾ. കണ്ടോ, താഴ്വാരത്താണ് ശരിക്കും പൊഖാറ സിറ്റി സ്ഥിതി ചെയ്യുന്നത്. പൊഖാറ സിറ്റിക്കകത്തൂടെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കയറ്റമോ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇത് ഈ മലകൾക്കിടയിലുള്ള സമതല പ്രദേശത്താണ് ഈ സിറ്റി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ ആ സിറ്റിക്ക് എന്താ പറയുക, ഒരു മതിൽ പോലെ, ഒരു പ്രൊട്ടക്ഷൻ പോലെയാണ് ഈ കാണുന്ന ഹിമാലയൻ മലനിരകൾ കാണാൻ പറ്റുന്നത്. കണ്ടോ, ഇത് ഈ കംപ്ലീറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഫുൾ ആ മല അങ്ങനെ നീണ്ടു പോവാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു ചിലപ്പം നമ്മുടെ ഹിമാലയൻ ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാരുടെ ചില പോയിന്റുകളൊക്കെ വരുന്നത് മേ ബി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. നമുക്ക് അങ്ങോട്ടേക്കുള്ള അങ്ങോട്ട് പോകാൻ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ച് പോകാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക്കാണ്. പിന്നെ ടാക്സിക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പൈസയാണ് കേട്ടോ. അപ്പോൾ ഈ ട്രക്കിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ നല്ല പൈസയാണ്. പിന്നെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ചില വില്ലേജുകളിലേക്കൊക്കെ ഉണ്ട്, അത് ഒരുപാട് സമയമെടുക്കും. ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ ഇന്നലെ സനോലിയിൽ നിന്ന് പൊക്കാറയിലേക്ക് വരാൻ തന്നെ അത്യാവശ്യം സമയമെടുത്തു.
നേപ്പാളിൽ വരുന്ന സമയത്തെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ലോർഡ് ശിവ ടെമ്പിൾ എന്ന് പറയുന്നത്. അത്രക്ക് പൊള്ളി സ്ഥലമാണ് മക്കളെ. ഈ ക്യാമറയിൽ കാണുന്നതിന് ഒരു പരിധിയുണ്ട്, പക്ഷേ ഇവിടെ വന്ന് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, മാർവലസ്. मडका चाय 80 रुपये. ये कहाँ से है? इंडियन 50 रुपीज. ये चाय ये कप में मिलेगा ऐसा है ना. बैठे बैठे इधर दूसरा भी है, बैठे बर्फ वाला अंदर भी है. बैठे. ശിവ ടെമ്പിളിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു ചായ കണ്ടത്. മഡ്ക ചായ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു മഡ് കപ്പിലാണ് നമുക്ക് ചായ തരിക അവർ കേട്ടോ. അപ്പോൾ ഇതിൽ ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ 80 രൂപയും മറ്റതിലാണെന്നുണ്ടെങ്കിൽ 50 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. എന്നാൽ നേപ്പാളിയിലാണെന്ന് തോന്നുന്നു ആ ഒരു റേറ്റ് വരുന്നത്. നമുക്ക് റെസ്റ്റോറൻറ്റ് അകത്തേക്കൊന്ന് പോവാം. അവരെങ്ങോട്ട് പോയാൽ അവരവിടെ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോയതാണോ എന്നൊരു സംശയമുണ്ട്. അത്യാവശ്യം ഒരു പ്രീമിയം കൈൻഡ് ഓഫ് റെസ്റ്റോറൻ്റ് ആണ്. അവരെന്താ കുടിക്കുന്നതെന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കാം. എന്താണ് ഇപ്പം നമ്മൾ മഡ്ക ചായ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പം അതിനകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ. അവനടുത്ത് അതിനകത്ത് തേങ്ങാപ്പാലും വരുന്നു സാധാ മിൽക്കും വരുന്നു എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. നല്ല സുഖമുണ്ട് കേട്ടോ ഈ അടുപ്പിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ. ये क्या है भैया? ഷുഗർ കോക്കനട്ട് പൗഡർ. ഓ, പാലുണ്ടാക്കിയിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കണം കേട്ടോ. അങ്ങനെ ഒരു ചായ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കുടിച്ചിട്ടുണ്ടോ? പുള്ളി അത് സെർവ് ചെയ്തു കേട്ടോ. ആ, ഇതാണ് നേപ്പാളിൽ വന്നിട്ടുള്ള നമ്മുടെ മഡ്ക ചായ്. ഇതിലില്ലേ റിസ്വാനെ, ഇതിനകത്ത് സാധാ പാലിൽ ചായ ഉണ്ടാക്കിയിട്ട് അതിക്ക് കുറച്ചും കൂടെ തേങ്ങാപ്പാലും കൂടി ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഒന്ന് കുടിച്ചിട്ട് എക്സ്പീരിയൻസ് പറഞ്ഞേ. നമ്മളെ പണ്ട് അരി വറുത്തതും ചായയും തേങ്ങാപ്പാലിന്റെ ടേസ്റ്റ് എല്ലാം ഉണ്ട്. ആ, തേങ്ങയുടെ ടേസ്റ്റ് ഉണ്ടാവണ്ടല്ലേ. ഓ, നൈസ്. ഓക്കെ, നമ്മൾ ശബരിമലക്കൊക്കെ വരില്ല, അതേപോലെ തീർത്ഥാടകരാണ് ഈ വരുന്നത് കേട്ടാ. പാട്ടൊക്കെ പാടി. അപ്പോൾ ഇനി നമുക്ക് ഒരു 2-3 ലൊക്കേഷനിലൂടെ പോകാനുണ്ട്. പക്ഷേ വീഡിയോൻ്റെ ലെങ്ത് കാരണം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.